ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ചപ്പാത്തിയുടെ അത്ര സോഫ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടാറില്ല. അരി ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഹാർഡാവാറുണ്ട്. ഇനി തൊട്ട് അരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കട്ടെ. പരത്തുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് റെഡിയാക്കിയാൽ മതി. 2 ദിവസം ആയാലും അരി ചപ്പാത്തി അത്രയ്ക്ക് സോഫ്റ്റായി ഉണ്ടാവും. അപ്പം അതെങ്ങനെയാ നോക്കിയാലോ? 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ, ഓയിൽ ഏതാണോ ഇഷ്ടം അത് ചേർത്തോളൂ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ചേർത്ത് ഇടിയപ്പത്തിന് കുഴയ്ക്കണ പോലെ കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഒന്ന് തണുക്കട്ടെ, അതിൻ്റെ ശേഷം സോഫ്റ്റായിട്ട് കുഴച്ചാൽ മതി. നമുക്ക് കൈ വെച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് തണുത്തു പോകണ്ടാട്ട, കുറേശ്ശെ ചൂടുള്ളപ്പോൾ തന്നെ കുഴയ്ക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. മാവ് സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കണേ. അടച്ച് ഈ മാവ് നമുക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതിയിട്ട. ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് ഇടരുത്, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂണിൽ കുറവ് എണ്ണ ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളം ചേർത്ത് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് ഒരു ചമ്മന്തി റെഡിയാക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. 1/4 കപ്പ് ചിരകിയ നാളികേരം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 10 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം പുളി, 1/4 ടീസ്പൂണിൽ കുറവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തേക്കണേ, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. വറുത്തിടാൻ എന്തിനാ അത്ര വെളിച്ചെണ്ണ എന്ന് എല്ലാവരും ആലോചിക്കും. ഇത് വറുത്തിടുന്നത് നമ്മൾ ചട്നിയിലേക്കല്ല, വറുത്തിട്ടതിൻ്റെ ശേഷം ചട്നി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് ചട്നി റെഡിയാക്കി എടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞതും 2 ചുവന്ന മുളകും കുറച്ച് വേപ്പിലയും ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് അടുത്ത ചട്നി ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് മുളക് പൊടിയൊക്കെ നമ്മൾ പച്ചക്കല്ല ചേർത്തേക്കുന്നത്, അപ്പോൾ ആ സ്വാദ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചട്നി നല്ലോണം തിളച്ചു വിട്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്തോളൂ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ചപ്പാത്തി റെഡിയാക്കാം. നമുക്ക് മാവ് നോക്കാം. മുകളിൽ കുറേശ്ശെ ഡ്രൈ ആയിണ്ടാവും കേട്ടോ. എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അരിമാവായ കാരണം ഒന്നും കൂടി നല്ലോണം കുഴച്ചു കൊടുത്താൽ മതി. നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിൽ എല്ലാം ബോൾസ് ആക്കാം. എല്ലാം ബോൾസ് ആക്കി ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട്. അരി ബോൾസ് എത്ര വലിപ്പത്തിലാക്കിയോ അതിലും ചെറിയ വലിപ്പത്തിൽ വേണം ഇതിന്റെ ബോൾസ് ആക്കാനായി. അതുപോലെ ഈ മാവ് കുഴയ്ക്കുമ്പോഴും ഇത് കണ്ടില്ലേ, ഇത്ര ലൂസ് ഉണ്ടാവണം കേട്ടോ. കട്ടിയായി പോവരുത് മാവ് കുഴക്കണത്. നമുക്കിതും ബോൾസ് ആക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, അരി ബോൾസിനെക്കാട്ടിലും മൈദ ബോൾസ് ചെറുതായിരിക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. കല്ലിലേക്ക് ഇത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു മൈദ ബോൾസ് എടുത്ത് കയ്യിൽ തന്നെ ഒന്ന് പരത്തുണ്ട്. മാവ് നല്ല ലൂസായിരുന്നാൽ മാത്രമേ ഇതുപോലെ നമുക്ക് കയ്യിൽ പരത്താൻ കിട്ടുള്ളൂ. ഒരു അരിബോൾ ഉള്ളിൽ വെച്ച് ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ടൈറ്റാക്കി ക്ലോസ് ചെയ്യണേ. എക്സ്ട്രാ മാവ് വരുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂട്ടാ. നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒരു ബോളാക്കുക. ഈ രീതിയിൽ നമ്മൾ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടൂട്ട. എപ്പോഴും ഗോതമ്പാവിൽ കഴിക്കുമ്പോൾ നമുക്കൊക്കെ മടുത്തു പോവില്ല. അപ്പം ഇടയ്ക്കൊന്ന് നമ്മൾ അരിച്ചപ്പാത്തി റെഡിയാക്കും. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കി കൊണ്ടുപോകാം. ഒട്ടും ഹാർഡാവേ ഇല്ല. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തു. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം ലൈറ്റായിട്ട് ആയതിൻ്റെ ശേഷം വേണം മറിച്ചിടാനായിട്ട് ഇട്ടാൽ. ഒരു ഭാഗം ലൈറ്റായിട്ട് ആയി വരാൻ തുടങ്ങി. കാണുമ്പോൾ അറിയാം, അത്ര സോഫ്റ്റ് ആയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് പൊന്തുള്ളൂ കേട്ടോ ചപ്പാത്തി. ഇത് കണ്ടില്ലേ, നമ്മൾ എത്ര സോഫ്റ്റാണ് ഈ ചപ്പാത്തിന്ന്. അരിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഒരു ഹാർഡ്നെസ് ഉണ്ടാവും, പിന്നെ പൊട്ടിപ്പോവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾ അരി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.